അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എലിസബത്തിന്റെയും ബാലയുടെയും ഇഷ്യൂ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചതിച്ചും വഞ്ചിച്ചും നീ നേടിയതൊക്കെ നിന്നെ വിട്ടു പോകുന്ന ഒരു നിമിഷം വരും. ആ ഒരു ദിവസം നീ തന്നെ നിന്റെ നാശം കണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിയും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ന്യൂസിൽ നമുക്ക് ഇങ്ങനെ അരിച്ചു പറക്കാനുണ്ട്. ഈ കസ്തൂരി ആരാണ് അറിയാമോ? അപ്പൊ കസ്തൂരിയുടെ കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഈ കസ്തൂരി എന്ന് പറയുന്നത് നമ്മുടെ എലിസബത്തിന്റെയും ബാലയുടെയും ഓരോ ഇഷ്യൂ നടക്കുന്ന സമയത്ത് കസ്തൂരി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഫേക്ക് ഐഡി ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല, ആ ഒരു വ്യക്തി നമ്മുടെ ഈ കമന്റ് ബോക്സിൽ നിറച്ചും ഈ കസ്തൂരിനെ കുറിച്ച്, കസ്തൂരി ഇങ്ങനെ വന്നിട്ട് പറയും എലിസബത്തിന് മുന്നേ ഒരു കാമുകൻ ഉണ്ടായിരുന്നു, ഈ കാമുകനുമായിട്ടുള്ള ഫോട്ടോ, അതും ഡോക്ടറായിരുന്നു കാമുകൻ, ആ ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, ഒരുപാട് ഇല്ലാവചനങ്ങൾ കസ്തൂരി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അതും എലിസബത്തിനെ വളരെ മോശക്കാരിയാക്കിക്കൊണ്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ബാലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എലിസബത്തിനെ മോശക്കാരിയാക്കിക്കൊണ്ടുമാണ് ഈ കസ്തൂരി മെസ്സേജുകൾ അയക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കസ്തൂരി ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നതിനെതിരെ ഈ എലിസബത്തിന് എന്തുകൊണ്ട് കേസ് കൊടുത്തുകൂടാ, എന്തുകൊണ്ട് കേസ് കൊടുക്കാമായിരുന്നില്ലേ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ എലിസബത്തിന് ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വരും എന്നതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. 3 വർഷത്തിന് മുന്നേ ഒരു സംഭവം നടന്നായിരുന്നു. കേരളത്തിനെ മൊത്തം പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പേര് ആ ഒരു വിഷയത്തിനകത്ത് ഉയർന്നു കേട്ടു. ആ പേര് ബാലയുടേതായിരുന്നു. ആ വിഷയം എന്താന്ന് വെച്ചാൽ മോൺസൺ മാവുങ്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു അറിയാതെ യേശു ക്രിസ്തുവിന്റെ കാലത്തുള്ള ആ യേശു ക്രിസ്തുവിന്റെ ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ പുള്ളി എടുത്തോണ്ട് വന്നു. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ പോയി അദ്ദേഹത്തിന്റെ ഒരുപാട് അവിടെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വന്നു. അതുപോലെ തന്നെ കൃഷ്ണന്റെ കാലഘട്ടത്തിലാണെങ്കിൽ അവിടുത്തെ കൃഷ്ണൻ യൂസ് ചെയ്തിരുന്ന വെണ്ണ കുടം വരെ അടിച്ചുകൊണ്ട് വന്ന ആളാണ് മോൺസൺ മാവുങ്കൽ. സോ അദ്ദേഹമായിട്ടുള്ള വിഷയമാണ് ഒന്ന്. അപ്പൊ ഈ 3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിഷയത്തിൽ എലിസബത്തും ഉണ്ട്. ശരിക്കും പറഞ്ഞ ഏതോ ഒരു ഇതിനകത്ത് വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര ഈ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എത്രയൊക്കെ എവിടെയൊക്കെ പോയി ഒളിച്ചാലും, പർവ്വതങ്ങൾക്ക് മേലിലാണെങ്കിലും ഏത് ഉഗാണ്ടയിൽ പോയി ഒളിച്ചാലും അത് ലാസ്റ്റ് പുറത്ത് തന്നെ വരും. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ആദ്യം കേട്ട് നോക്കാം. You prove it. If you prove it, I will nakedly walk. I will nakedly walk from Whiteland to Edapalli. ഈ ഒരു വീഡിയോ കണ്ടില്ലേ? ഇത് 3 വർഷങ്ങൾക്ക് മുമ്പ് ബാല ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പ്രസംഗിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ വൈറ്റില മുതൽ എടപ്പള്ളി വരെ തുണിയില്ലാതെ നടക്കുമെന്നാണ് ബാലചേട്ടൻ പറയുന്നത്. അപ്പൊ ഈ ഒരു വെല്ലുവിളിയാണ് ദിസ് ഈസ് റോങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിക്ക് മോൺസൺ മാവുങ്കലുമായിട്ടൊക്കെ എന്തൊക്കെയോ വിഷയത്തിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി അത് നിഷേധിക്കുന്നതാണ്. നമ്മുടെ കയ്യിലൊന്നും തെളിവൊന്നും ഇല്ല, അത് പ്രൂവ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും ആരുടെ കയ്യിലും തെളിവുകളില്ല. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും മാധ്യമങ്ങൾക്ക് പുറമെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു കാര്യമാണ് ഇത്. ഇനിയും ഉണ്ട്. ശരിക്കും പറഞ്ഞ ആ ഒരു വീഡിയോയുടെ ബാക്കിൽ ഒരു ലേഡി ഇരിപ്പുണ്ട്, അത് നിങ്ങൾ കണ്ടോ? അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അത് എലിസബത്ത് ആണ്. എല്ലാം കണ്ട് ദൃക്സാക്ഷിയായിട്ട് എലിസബത്ത് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ മോൺസന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്, അതും 3 വർഷത്തിന് മുന്നേ. ആ ഒരു വീഡിയോയില് നമ്മുടെ ശ്രീമാൻ നമ്മുടെ ബാല അണ്ണനെ അയൽവാസി എന്ന ആവർത്തിക്കുന്ന നടൻ ബാലയും ആശംസ കൊണ്ട് മൂടുന്നു. ഇന്നലെ ലാലേട്ടന്റെ കോമ്പറ്റീഷനിൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു കോമ്പറ്റീഷൻ ആവാൻ രാത്രി ഇവിടെ സംസാരിച്ചത് പറഞ്ഞു, ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു. അപ്പൊ 3 വർഷത്തിന് മുന്നേ വന്ന ഒരു ക്ലിപ്പാണിത്. ന്യൂസ് 18 വന്ന ഒരു ക്ലിപ്പാണിത്. അപ്പൊ അതിനകത്ത് ബാല ആഘോഷത്തിലുണ്ട്, വ്യക്തമായി നിങ്ങൾക്ക് കാണാം. അത് നിഷേധിക്കുന്നുണ്ട്, ഞാനും മോൺസനുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് ബാല നിഷേധിക്കുന്നുണ്ട്. അയൽവാസിയോ അങ്ങനെ എന്തോ ആണെന്നൊക്കെയാണ് ബാല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് പുള്ളിക്കാരൻ ചാനലിന്റെ മുന്നിൽ വന്ന് എന്നിട്ട് ദിസ് ഈസ് റോങ്, ഞാൻ ഇത് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വൈറ്റില മുതൽ എടപ്പള്ളി വരെ പിന്നെ തുണിയില്ലാതെ നടക്കും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ഘോരം പ്രസംഗിച്ചത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. അടുത്തൊരു വീഡിയോ കാണാം. അല്ലല്ല, പുള്ളി പറഞ്ഞതാണ് 10 വർഷം. ആ വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ടല്ലേ? അതിലെന്താണ് പ്രശ്നം? 10 വർഷമായിട്ട് അജിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം 10 മാസം കൊണ്ട് ബാലയ്ക്ക് എങ്ങനെ മനസ്സിലാവും? 10 വർഷമായിട്ട് അജിക്ക് മനസ്സിലായില്ലേ മോൺസൺ ഡോക്ടർ തട്ടിപ്പ് കേസിന്? ഇത് ബാല പറയുന്നത് ബാലയെ കുറ്റപ്പെടുത്തി. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഇല്ലല്ലല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം.
അപ്പൊ പുള്ളിക്കാരൻ പറയുന്നില്ലേ, ഇത് ഉത്തരം പറയണോന്ന് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം തരണം. ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഒരു വീഡിയോ ബാലയണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര കലിപ്പാവാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന സ്ഥിതി ഓൾറെഡി പുള്ളിക്കാരനെ അറിയാലോ, പിന്നെ കുറെ ഗുണ്ടകളൊക്കെ ഉണ്ട്. അപ്പം അമൃതയും പിന്നെ നമ്മുടെ എലിസബത്തിനെ ഒന്നും വെറുതെ വിടാത്ത കക്ഷിയാണ്. അപ്പൊ പിന്നെ നമ്മളെയൊക്കെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഗുണ്ടകളൊക്കെ അതാണ് വിഷയം. ബാക്കി കാണാം. വർഷമായിട്ട് മോൻസൺ ഡോക്ടർ കൂടെ ഉണ്ട്. 10 വർഷമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടേ ഇല്ല. ഞാൻ ചോദിച്ചത് ബാലയ്ക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും ബാലയ്ക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നാണ്. കാരണം ബാലയ്ക്ക് ബോധ്യപ്പെടാൻ വൈകുമെന്ന് താങ്കൾ തന്നെ പറയുന്നത്. It is not my concern. It is not my concern, sir. Sir, 240 கோடி அண்ணாத்த ஃபிலிம் ரஜினிகாந்த் படம் பண்ணிட்டு இருக்கோம். வில்லன் ஆயிட்டு அபிநயிக்கணுண்டு. அதுல கான்சென்ட்ரேட் பண்ணுவேனா, இதுல கான்சென்ட்ரேட் பண்ணுவேனா? ஒன்னு லாஜிக்கலா திங்க் பண்ணுங்க சார். இப்பதான் மேரேஜ் வா எலிசபெத் இங்க வா. கம் ஹியர். എലിസബത്ത്. അപ്പൊ കണ്ടില്ലേ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നോണ്ട് പപ്പ അടിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലും പുള്ളിക്കാരൻ എലിസബത്തിന്റെ ഒരു സഹായം വേണം. അതിനാണ് എലിസബത്ത് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. അത് നമ്മൾ എല്ലാവരും കണ്ട ഒരു വീഡിയോ ആണ് ഇത്. September 5th. Look at this. My wife is here only. വാ. ട്രെയിനിലത്തെ കാണുന്നുണ്ട്. ആ പുള്ളിക്കാരൻ എന്തൊക്കെയോ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ എലിസബത്തിനെ പിടിച്ചു വലിച്ച് ഒരു പെണ്ണിന്റെ ആ ഒരു നിസ്സഹായാവസ്ഥ കണ്ടില്ലോ. ഇങ്ങനെ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഇടയിലേക്ക് വൈഫിനെ ഇങ്ങനെ വിളിച്ചു പറിച്ച് അവിടെ ഇരുത്തി ഒരുമാതിരി ബലപ്രയോഗത്തിലൂടെ, അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു എന്തൊക്കെയോ പോലെ തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 വർഷത്തിന് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ബാക്കിയും കൂടെ കണ്ടു. എന്റെ വൈഫ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം കേൾക്കേണ്ടത് ഞങ്ങളുടെ വിധിയാണ്. ബാല ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ അമ്മ ഇപ്പൊ ഈ റൂമിനകത്തുണ്ട്. എന്തുമാത്രമാണ് ഈ മലയാളികളെ ഇങ്ങനെ കബളിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അമ്മ അകത്തുണ്ട്, ഭാര്യ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ഈ സ്ത്രീകളെ വെച്ചിട്ടാണ് ഇയാളൊരു എന്താണ് ഒളിച്ചു കളിക്കുന്നത്. സ്ത്രീകളെ മുന്നിലെടുത്തിട്ട് പറയൂ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ മാധ്യമങ്ങളെ, അങ്ങനെ എങ്ങനെയാ മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അമ്മയും ഭാര്യേനെയൊക്കെ മുന്നിൽ കൊണ്ടുവന്നിടുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു കമന്റ് കണ്ടു. ഈ കമന്റിന്റെ അകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെന്തങ്കിന്റെ കൊലയാണെങ്കിലും ആടും എന്ന്. കമന്റിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഉദയനാണ് കാര്യത്തില് ശ്രീനിവാസനാണെന്ന് ആർക്കെങ്കിലും തോന്നിയോ? കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ഇതാണ് എന്റെ 2ാമത്തെ ഭാര്യ. അന്നേ ആൾക്കാർക്ക് ഈ പുള്ളിക്കാരനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിനകത്ത് കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് ചാവും. അത് വേറെ കാര്യം. എന്തായാലും എസ്കേപ്പ് ആയിട്ടുണ്ട് എലിസബത്ത്. തിരിച്ചു വരും. ഞാൻ എപ്പോഴും കൈകൂട്ടി കുമ്പിടുന്ന വൈഫിന്റെ അടുത്താണ്, എലിസബത്തിന്റെ. അതിന്റെ 2 കാര്യങ്ങൾ എലിസബത്ത് ചോദിക്കും. അല്ല, 2 കാര്യങ്ങൾ. ബാലയ്ക്ക് അത്രയും സപ്പോർട്ട്, താങ്ങും തണലുമായി നിന്നു ഹോസ്പിറ്റലിൽ. നിങ്ങൾ ഇടയ്ക്കൊന്ന് പിരിഞ്ഞു എന്ന് പറഞ്ഞ വാർത്ത അന്ന് ഞാൻ ഇവിടെ വന്നു. അന്ന് എന്റെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ എടുത്താണ് എലിസബത്ത്. ശ്രദ്ധിക്കുക, എന്റെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ എടുത്താണ്. ആ ആശുപത്രിയിൽ ഞാൻ പുറത്തുണ്ടായിരുന്നു. അകത്ത് കാണാൻ എനിക്ക് ബാലയെ കാണാനില്ല. അന്ന് എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരുന്ന എലിസബത്ത്. ഇന്ന് ഞാനൊരു ഫംഗ്ഷൻ പോയപ്പോഴും എലിസബത്ത് കൂടെ ഉണ്ട്. എലിസബത്ത് എപ്പോഴും പറയുന്ന ഒരു സ്ത്രീയാണ് ഏറ്റവും വലുത്, അല്ലെ? അമ്മയായും തായായും എല്ലാം നിൽക്കുന്ന സ്ത്രീയാണ്. ആ ഒരു കൂട്ടുകെട്ടാണ് നിങ്ങളുടെ, അല്ലെ? ആ എലിസബത്തിന് എന്താണ് ബാലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എത്ര സ്നേഹം കൊടുത്താൽ മതിയാവും? ഇപ്പോഴും ഒരു കാര്യം, എലിസബത്ത് കം ഹിയർ. ഇങ്ങനെയാണ് പുള്ളിക്കാരൻ ഏത് ഇന്റർവ്യൂസ് വന്നാലും എലിസബത്ത് കം ഹിയർ. ബാക്കി കാണാം. ഒരു മകളെ കതറ കണ്ണ മുന്നാടിയെ പാപ്പുവാൻ. അപ്പോഴും ദൈവത്തോട് ഒരു വിഷമമോ ഒരു ദേഷ്യമോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു, ദൈവം എനിക്കൊരു വൈഫും അമ്മയും നല്ല ഒരു ഫ്രണ്ടിനും എല്ലാത്തിനും മേലെ എന്റെ പാപ്പ പോലെ ഒരു മകളെയും എല്ലാ സ്ഥാനത്തും ഞാൻ കൊടുത്തിട്ടുണ്ട്. എലിസബത്ത് കം ഹിയർ. അപ്പൊ നേരത്തെ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ, ഈ 3 വർഷം മുന്നേ ഉള്ള ചാനൽ ചർച്ചയ്ക്കിടയിലും ഇതുപോലെ തന്നെയായിരുന്നു. എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞ് വിളിച്ചു ഇരുത്തി അവരെ ബുദ്ധിമുട്ടിച്ചു. ഇത് 1 ഇയറിന് മുമ്പുള്ള വീഡിയോ ആണ്. എലിസബത്തിന്റെ മുഖം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എപ്പോഴും ഒരു വിഷമം, ഒരു മുഖമായിരിക്കും ആ എലിസബത്തിന്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എപ്പം ഇന്റർവ്യൂയുടെ കാര്യത്തിനാണെങ്കിലും ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയ്ക്ക് ആണെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു പാവം, ഒരുമാതിരി മുഖത്ത് എന്തോ ക്ഷീണം, ഒരു വല്ലാത്ത ഒരു വിഷമം ഒക്കെയാണ് അനുഭവപ്പെടുന്നത്. എനിക്ക് എന്തായാലും അത് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അതറിയുന്നവരൊക്കെ, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നത് ഇത് ഡ്രോമ ബോണ്ടിങ് ആണെന്നാണ്. നേരത്തെ ഈ ബാലയെ എലിസബത്ത് ഇഷ്ടപ്പെടാൻ കാര്യം ഇതുപോലെ എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ പിന്നെ എലിസബത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും, എന്റെ സിറ്റുവേഷൻ ഇങ്ങനെ, എന്റെ ആദ്യത്തെ ഭാര്യയെ ഞാൻ കല്യാണം കഴിച്ചു, അങ്ങനെ ഭാര്യ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, തെങ്ങയാണ്, ചക്കയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞു കാണും. ആ ഒരു ഇമോഷണൽ ഇത് കേട്ടപ്പം എലിസബത്തിന് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഇഷ്ടപ്പെട്ടതായിരിക്കാമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവര് പരിചയപ്പെടുന്നു, അവര് കല്യാണം കഴിച്ചു, ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു.
അപ്പോഴാണ് ഈ ബാലയുടെ യഥാർത്ഥ മുഖം നമ്മുടെ ഈ എലിസബത്തിന് മനസ്സിലാവുന്നത്. പക്ഷെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഊരിപ്പോകാനായിട്ട് എലിസബത്തിന് സാധിക്കുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരാളോട് അഗാധമായ ഒരു സ്നേഹമുണ്ട്. ആ ആളുടെ എല്ലാ തെണ്ടിത്തരങ്ങളും നമ്മൾ അറിഞ്ഞാലും നമ്മൾ ആ ഒരു സ്നേഹം, നമ്മൾ സ്നേഹിച്ചു പോയില്ലേ എന്ന് ഓർത്തിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അവരെ വിട്ടുപോകാൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് ട്രോമ ബോണ്ടിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിന് പറ്റുന്നില്ല അയാളെ വിട്ടുപോകാൻ. ഓൾറെഡി പിന്നെ ബാലയ്ക്ക് എലിസബത്തിനെ വേണ്ടായിരിക്കാം, പക്ഷേ എലിസബത്തിന് ബാലയെ വിട്ടു പോകാൻ സാധിക്കുന്നില്ല. ആ സെയിം സാധനമാണ് നമ്മുടെ ഡോഗ്സിന് ഉള്ളത്, ഒരു പട്ടിക്കുള്ള ഗുണം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പട്ടിയെ കുറച്ചുനാൾ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞിട്ട് ആ പട്ടിയെ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച് അതിനെ അടിച്ചു വിട്ടാലും എവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും കാട്ടിക്കൊണ്ട് കളഞ്ഞാലും പക്ഷെ ആ പട്ടി നമ്മളെ തിരിച്ചു വരുന്നു. നമ്മുടെ അടുത്ത് എത്ര ദ്രോഹം ചെയ്താലും ആ പട്ടിയെ ഇടിച്ചു പിച്ചി മാന്തി അടിച്ച് എന്തൊക്കെ ദ്രോഹം ചെയ്താലും ആ പട്ടിക്കൊരു മനസ്സുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. ആ പട്ടി നമ്മളെ സ്നേഹിച്ചു പോയല്ലോ, ആ പട്ടി നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് അതിന് നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ പട്ടിക്ക് നമ്മളോടുള്ള സ്നേഹം അതൊരിക്കലും കുറയുന്നില്ല. അതുപോലെയാണിത് ട്രോമ ബോണ്ടിങ്. എലിസബത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, ബാലയുടെ എല്ലാ തെണ്ടിത്തരങ്ങളും അറിയാം. എന്നിട്ടും ബാലയെ സ്നേഹിച്ചു പോയത് കൊണ്ടാണ് പിന്നെ ആ ഒരു മുഖം കണ്ടാൽ മനസ്സിലാവും എല്ലാ ഇന്റർവ്യൂവിനും വന്നിരിക്കുന്നത്. സ്നേഹിച്ചു പോയി, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അത്രേ ഉള്ളൂ. അയാളോട് പുള്ളിക്കാരിക്ക് സ്നേഹമാണ്, ദ റിയൽ പ്യുവർ ലവ്. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് എന്താണ് നിങ്ങൾ ഇവരോടൊക്കെ കാണിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെതിരെ സംസാരിക്കുന്ന ആരെയാണേലും ഇവന് ഒന്നും ചെയ്യാൻ ഒരു മടിയുമില്ല. അതാണ് ബാലയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ബാലയ്ക്ക് ഒരുപാട് കാശുള്ളത് പോലെ തന്നെ അവരുടെ പുറകെ ഗുണ്ടയും പുള്ളിക്കാരുടെ പുറകെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവനെതിരെ ആര് സംസാരിച്ചാലും PR വർക്ക് വരെ വന്നിട്ട് നമ്മുടെ അടിയിൽ വേണേ കമന്റ് ഇടുന്ന ഒരു ടൈപ്പാണ്. ചേർത്ത് പിടിക്കുമ്പോഴാണ് ചേരുന്നത് അല്ലെ, மாடி விളിக்குമ്പോ ചേരില്ല, ചേർത്ത് പിടിക്കുമ്പോഴേ ചേരുള്ളൂ. அப்படிலாம் கிடையவே கிடையாது. சிம்பிளா சொல்றேன், உங்களோட சொத்து என்ன, நீங்க வாட்சா, நீங்க பேண்டா, நீங்களோட ஷர்ட்டா, நீங்களோட காரா, அதெல்லாம் இல்ல. അവസാന നിമിഷം കണ്ണടയ്ക്കുമ്പോ കൂടെ എவ்வளவு പേര് இருக்காங்க? ഒരുപാട് പേര് കാണും. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നും ഞാൻ നാളെ നീ. എന്തായാലും ബാലയുടെ പുറകിൽ ഒരുപാട് പെൺപിള്ളേരുടെ കണ്ണുനീരുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ണുനീര് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ബാല എന്തായാലും ഇതിനെ അനുഭവിക്കുമെന്നുള്ള കാര്യത്തിൽ 100% സത്യമാണ്. ഇതിനെല്ലാം കാലം ബാലയെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. അന്ന് ഈ കണ്ടു നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ നിന്ന് കരയില്ല, പൊട്ടിച്ചിരിക്കും. എനിക്ക് ഇനി സിനിമയായിട്ടും മീഡിയ ആയിട്ടും ബന്ധമില്ല, മതിയായി. ഈ ഒരു വീഡിയോ ബാല ആറാട്ടണ്ണനെ കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചു എന്നും വടിവാള് കാണിച്ചിട്ട് അയാളെ ഭീഷണിപ്പെടുത്തിയെന്നും 1 ഇയറിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആറാട്ടണ്ണനെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തി ഇവിടെ നിയമത്തിനെയും ആൾക്കാരെയും ജനങ്ങളെ എല്ലാരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് സുഖകരമായി ജീവിക്കുന്നു. ഈ ഒരു വ്യക്തിയെ എങ്ങനെ ഈ എലിസബത്ത് എന്ത് ചെയ്യാനാണ്? ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എലിസബത്ത് അനുഭവിച്ചിട്ടുണ്ട്. ആ എലിസബത്ത് ഈ ബാലയ്ക്കെതിരെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദിയോ അങ്ങനെയുള്ള ആരും ഈ ഒരു എലിസബത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഇനി നിങ്ങളൊന്നും ഓരോ കാര്യം ആലോചിക്കുക, ഈ ഒരു വിഷയം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്ക് ഒരു ഭയങ്കര ഒരു ഹോൾഡിൽ നിൽക്കുന്ന ഒരു നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിക്കാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നതെങ്കിൽ എല്ലാവരും അവരുടെ കൂടെ നിൽക്കും. ഒരാഴ്ചക്ക് മുന്നേ തന്നെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ശരിക്കും പറഞ്ഞ ഈ എലിസബത്ത് എന്നല്ല കേട്ടോ, എല്ലാവരുടെയും ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ എലിസബത്ത് ആയതുകൊണ്ട് ഇതെങ്കിലും അറിഞ്ഞു. ഇപ്പൊ ഇങ്ങനെയൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് നമ്മുടെ ഈ പിന്നെ എലിസബത്ത് എന്ന് പറയുന്ന ആള്. അപ്പൊ അവർക്കെതിരെ ആരും നിൽക്കില്ല. എലിസബത്തിനോട് പറയാനുള്ള, എലിസബത്തിനോട് മാത്രമല്ല എലിസബത്തിനെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ബന്ധത്തിലാണോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബന്ധം അങ്ങോട്ട് ഉപേക്ഷിക്കുക. എന്നിട്ട് ലൈഫ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് എല്ലാവർക്കും എൻഡ് ഉണ്ട്, ജീവിതാവസാനമുണ്ട്. അപ്പൊ ആ ഒരു അവസാനം വരെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, സന്തോഷിച്ച് ജീവിക്കുക. ആകെ ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അതൊരിക്കലും നമ്മള് പിന്നെ വിഷമിച്ച് ഒരാളെ സ്ട്രഗിൾ ചെയ്ത് ഒരാളുടെ അടിമയായിട്ട് അല്ലാതെ പിന്നെ ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ജീവിക്കാണ്ടിരിക്കുക. നല്ലപോലെ സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുക. എന്തായാലും ഒരു ദിവസം മരിക്കും. ആ മരിക്കുന്നത് വരെ നല്ലപോലെ സന്തോഷിച്ച് ജീവിക്കുക.
അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളായിരിക്കാം ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി. ആ ചെകുത്താൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എല്ലാവരും പോസിറ്റീവായിട്ട് പുള്ളിക്കാരന്റെ അടുത്ത് പറഞ്ഞ ഒരു കുറെ കാര്യങ്ങളുണ്ട് പുള്ളിക്കാരനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവര്. അപ്പം ചെകുത്താന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടുനോക്കുക. അന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഓരോ കേസും എന്താ പറയാ, കേസ് എന്ന് പറഞ്ഞാല് ഈ വീഡിയോസിനെ പറ്റിയൊക്കെ കമന്റ് പറയുമ്പോൾ അല്ലെ എൽസോത്ത് എന്ന് പറഞ്ഞ ഒരാളന്ന് അവിടെ എൽസോത്തിനെ പട്ടിയെ വിളിക്കുന്ന പോലെ വിളിച്ച് എൽസോത്ത് കം ഹിയർ എന്ന് പറഞ്ഞ ആദ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ അറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും. അപ്പൊ പലരും വന്നിട്ട് പാലെ സപ്പോർട്ട് ചെയ്യും, നീ എന്തെങ്ങനെ കാണിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായതാണ് ഇതൊരു ടോക്സിക് സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അയാൾ സത്യം പറഞ്ഞതാണ്. പുള്ളിയെ ഒരുപാട് കുറ്റപ്പെടുത്തി മലയാളികൾ അന്ന് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയ നേരിട്ട് മനസ്സിലായ കാര്യം പുള്ളിക്കാരൻ അന്നേ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു. അന്ന് ആൾക്കാര് ഒരുപാട് പേര് അയാളെ കുറ്റം പറഞ്ഞു. അപ്പൊ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ മോൺസൺ മാവുങ്കൽ പങ്കെടുത്ത ഒരു കല്യാണം ഉണ്ട്. ആ കല്യാണം ഒന്ന് കാണിച്ചു തരാം, കണ്ടോക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ബാലയുടെ ഈ ഒരു മാരേജ് ഫംഗ്ഷനിൽ വന്ന എല്ലാവർക്കും എന്റെ ബാലയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ബാലയെ തമ്മിൽ 1 വർഷം പരിചയമാണ്. ബാലയെ എന്നല്ല, നമ്മള് തമിഴ് മക്കളെ കുറിച്ച് പറയുമ്പോൾ സ്നേഹിച്ച ഹൃദയം. ഇതൊന്നും ഇപ്പോഴുള്ള കാര്യമല്ല കേട്ടോ, അന്ന് നടന്ന കാര്യങ്ങൾ ആണ് ഇപ്പൊ കാണിക്കുന്നത്. മോൺസൺ മാവുങ്കൽ നമ്മുടെ ബാലയുടെയും എലിസബത്തിന്റെയും കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ കണ്ടുനോക്കാം. ഇത് പറഞ്ഞപ്പോൾ എലിസബത്ത് சரி, எலிசபெத்தும் இவரையும் யாரையும் கம்பேர் பண்ணாது. இதை குறித்து പറഞ്ഞിട്ടില്ല. ഒരേ ഒരു വാക്ക് ഇപ്പൊ പറയാം, അത് ചോദിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ഉണ്ട്. ഇന്റർവ്യൂ മുമ്പ് ചോദിച്ചതുകൊണ്ട് ചോദിച്ചോന്ന് പറഞ്ഞു. എലിസബത്തെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ഷീസ് എ ഗോൾഡ്. എലിസബത്ത് வந்து ഒരു ഗോൾഡ്, പ്യുവർ ക്യാരക്ടർ. എൻ്റെ കൂടെ ഇല്ല, ഞാനും അവളുടെ കൂടെ ഇല്ല. വിധി. അവ ക്യാരക്ടർ മാറി ഒരു പെണ്ണെ ഞാൻ കണ്ടിട്ടില്ല. പറയുന്ന കേട്ടാ, പ്യുവർ ഗോൾഡ് ആണ് എലിസബത്ത്. എലിസബത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അവള് പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് ആണെന്ന്. എന്നിട്ടാണ് അവൻ പോയി ഗോകുലിനെ കെട്ടിയത്. എന്ത് പറയാന്. പുള്ളിക്കാരന് അപ്പൊ ഗോൾഡ് വേണ്ടെന്നാണ് പറയുന്നത്. ഗോൾഡ് വേണ്ട, സിൽവർ മതിയെന്ന്. അതുകൊണ്ട് നേരെ എലിസബത്തിനെ ഒഴിവാക്കിയിട്ട് പോയി ഗോകുലിയെ കെട്ടി. ശരിക്കും പറഞ്ഞത് ഇത് കണ്ടില്ലേ, ഇന്നലെ ഈ കസ്തൂരി എന്ന് പറയുന്ന ഒരുത്തി ഒരു ഫേക്ക് അക്കൗണ്ട് ആണോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിനകത്ത് ഈ കമന്റ് വന്നതിൽ ഒരുപാട് പേര് ഈ കസ്തൂരിക്കെതിരെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബാല കോകില എന്ന് പറയുന്ന ചാനലിനിടയിൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. നിങ്ങളെല്ലാം ആ ഒരു ചാനലിന്റെ ഇടയിൽ പോയിട്ട് ആ കമന്റുകളൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ബോധ്യപ്പെടും. അപ്പൊ ആ കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ കസ്തൂരി ആരാണെന്നുള്ളതിനൊരു അറിവ് കിട്ടും നിങ്ങൾക്ക്. 3 വർഷം മുമ്പ് നടന്നിട്ടുള്ള മോൺസൺ മാവുങ്കലിന്റെ ഒരു കൂതറ പരിപാടി. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് ഉന്നത പൊസിഷനിലുള്ള സെലിബ്രിറ്റികളായിക്കോട്ടെ, രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, എല്ലാ വമ്പന്മാരും അടക്കം അത് വലിയ രീതിയിൽ സപ്പോർട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ പേരും വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നതൊക്കെ ചാനൽ പുറത്തുവിട്ട ന്യൂസുകളാണ്, അല്ലാണ്ട് ഞാനായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തതല്ല. എല്ലാം ചാനലുകളിൽ നിന്ന് കട്ട് ചെയ്ത പീസുകളാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബാലയ്ക്ക് എവിടെ നിന്നൊക്കെയാണ് സപ്പോർട്ട് വരുന്നതെന്ന്. അങ്ങനെയുള്ള ബാലയുടെ അടുത്ത് നമ്മുടെ ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ നിന്നാൽ, ഈ എലിസബത്തിന് നന്നായിട്ട് അറിയാം ഇയാളുടെ പുറകെ എത്ര പോയാലും എലിസബത്തിന്റെ ഭാഗത്ത് ഒരു വിജയവും കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഇയാളെ കുറിച്ച്, ഇപ്പൊ ഞാനടക്കം ആരാണെങ്കിലും ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇയാള് വലിയ പണി തരുമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇയാള് പണിയാൻ നല്ല മിടുക്കനാണ്. എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പം എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അടിയിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.